ലോട്ടറി അത് നമുക്ക് പറ്റാത്തതാണ്. ആൾക്കാർ ചോദിക്കും, ഇപ്പൊ സർവ്വസാധാരണമല്ലേ? സർവ്വസാധാരണമാണ്. പള്ളി നിസ്കരിക്കാൻ വരുന്ന തൊപ്പി വെച്ച നിസ്കാര തഴമ്പുള്ള ഏതവനാവട്ടെ, അവരൊക്കെ സുജൂദ് ചെയ്യുമ്പോ പോക്കറ്റിൽ നിന്ന് പോകുന്നത് ലോട്ടറിയാ അല്ലേ? പല ആളുകളും പറയാൻ മടിക്കുന്ന വിഷയം ഇതാണ്. ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പറയട്ടെ, അത് ഹറാമാണെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളൊന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് പറ്റൂല. എന്താ പറ്റാത്തത്? പറ്റാത്തത് എന്താണ്? മുടക്ക് മുതൽ എല്ലാവർക്കും ഒന്നാണ്. 50 രൂപയുടെ ടിക്കറ്റാണ് അല്ലെ? 50 രൂപയുടെ ടിക്കറ്റാണ്. ഒരാൾക്ക് ആ 50 രൂപയുടെ ടിക്കറ്റ് കൊണ്ട് എത്ര കിട്ടും? 50 കോടി കിട്ടും. ചില ആൾക്ക് 50 ലക്ഷം കിട്ടും, ചിലർക്ക് 5000 കിട്ടും, ചിലർക്ക് ആൾക്ക് 500 കിട്ടും. ഭൂരിഭാഗം ആളുകൾക്ക് ഒന്നും കിട്ടൂല അല്ലെ? മുടക്ക് മുതൽ എല്ലാം ഒന്ന് കിട്ടുന്നത് പലത്, അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ആ പരിപാടിക്ക് വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ലോട്ടറി എടുത്തിട്ട് വിജയിച്ച ഏതെങ്കിലും ഒരുത്തനെ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. കാരണം അത് ശത്രുതയുടെ പൈസയാണ്, ശത്രുതയുടെ അസൂയയുടെ കണ്ണീരിന്റെ പൈസയാണ്. അതുകൊണ്ട് ഗതി പിടിക്കൂല. അത് വിൽക്കുന്ന ആളുകളും ഞാൻ പറയട്ടെ, ഇവിടെ ഒരുപാട് പേരുണ്ട്. മറ്റു മതവിശ്വാസികളിൽപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ ആളുകളിൽപ്പെട്ട ഒരുപാട് ആളുകൾ റോഡ് സൈഡിലൊക്കെ ലോട്ടറി വിൽക്കുന്നുണ്ടാകും. അവർക്ക് അനുവദനീയമാണ് അല്ലെ? വിശ്വാസികളോടാണ് ഞാൻ പറയുന്നത്, മുസ്ലിമീങ്ങളോടാണ് പറയുന്നത്. നമുക്കത് വലിയ പ്രയാസമുണ്ടാക്കും. കേരളത്തിലെ ആദ്യമായി ലോട്ടറി കൊണ്ടുവന്നത് 1893 മലയാള മനോരമയുടെ സ്ഥാപകൻ വർഗീസ് മാപ്പിളയാണ് ലോട്ടറി ആദ്യമായി കൊണ്ടുവന്നത്. കോട്ടയത്തെ MD സെമിനാരി ഹൈസ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ അനുമതിയോടുകൂടിയാണ് അത് തുടങ്ങുന്നത്. അന്നത്തെ കാലത്തൊക്കെ ഈ 1 ലക്ഷം രൂപ എത്രയാണെന്ന് ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കോട്ടയം മുതൽ തിരുവനന്തപുരം വരെ ഈ 1 ലക്ഷം രൂപയുടെ ആ ചില്ലറ തുട്ടുകൾ അടുക്കി വെച്ചാൽ കോട്ടയം മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് നീളമുണ്ടാകും. അങ്ങനെയൊക്കെ പറഞ്ഞാണ് ലോട്ടറി എടുപ്പിച്ചതെന്നാണ്. മറ്റുള്ളവർക്ക് അത് അനുവദനീയമാവാം. എന്നാൽ ഭീമാ പള്ളിയിൽ വന്നിരിക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങളോടാ പറയുന്നത്, വിശ്വാസികളോടാണ്, നമുക്കത് പറ്റാത്തതാണ്.